നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ഫ്രൂട്ടിൻ്റെ കാര്യം. ഇതിനെ ബ്ലാത്തി എന്നും ആത്ത എന്നും റാംഫൽ എന്നൊക്കെ പറയും. ഇത് എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഞാൻ താമസം തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് എനിക്ക് ഈ ഫ്രൂട്ട് തരുന്നത് എൻ്റെ അമ്മൂമ്മയാണ്. അന്നേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും എനിക്ക് ഈ ഒരു മരം ഉണ്ടാകണം എൻ്റെ വീട്ടിൽ, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇപ്പോൾ പേയാട് എൻ്റെ തൊട്ടയലൊക്കെ ഉള്ള അനിക്കുട്ടൻ്റെ വീട്ടിൽ ഈ ഒരു മരം നിൽക്കുന്നത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അനിക്കുട്ടനോട് പറഞ്ഞു, അനിക്കുട്ടൻ എനിക്ക് ഈ പഴം ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിത് ഒരെണ്ണം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അനിക്കുട്ടൻ എനിക്ക് ഫ്രൂട്ട്സ് തന്നു. അത് കഴിച്ചിട്ട് അതിൻ്റെ കുരു എടുത്ത് ഞാൻ കുഴിച്ചിട്ട് അങ്ങനെ ഉണ്ടായ വലിയ മരമാണ് ഈ നിൽക്കുന്നത്. ഇന്നിപ്പം ധാരാളം ഫ്രൂട്ട്സ് എനിക്ക് ലഭിക്കാറുണ്ട്. ഞാൻ മതിയാവോളം കഴിക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേർക്ക് എനിക്ക് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ പഴത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിറയെ ഫ്ലഷാണ്, സീഡ്സ് കുറവാണ്. സീത്തപ്പഴം പോലെയല്ല, ഇതിൽ ഒത്തിരി ഫ്ലഷാണ്. ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയർ നിറയും. അത് നല്ല മധുരവും. അങ്ങനെ ഈ മനോഹരമായ സ്വാദിഷ്ടമായ ഈ ഫ്രൂട്ട്സ് എനിക്ക് അനിക്കുട്ടൻ്റെ ഓർമ്മയ്ക്കായിട്ട് എൻ്റെ ഗാർഡനിൽ സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് പേർക്കും ഒരുപാട് പേരുടെ സ്മരണകൾ അവരുടെ തോട്ടത്തിലുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് പങ്കുവെക്കാം. അങ്ങനെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നിങ്ങളുടെ സ്വന്തം ജസന്ത മോറിസ്.